ജോൺ, ഇപ്പോൾ നിങ്ങളുടെ നേതാവിന്റെ പേര് നേരത്തെ PM ആതിര പറഞ്ഞത് ഷോബിൻ തോമസ് ചാണവയൽ ടീച്ചറെ തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവല്ലേ? നിഷേധിക്കാൻ പറ്റുമോ? യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ ആണോ? അല്ല, ദേശീയ കോർഡിനേറ്റർ ആണോ എന്ന് എനിക്ക് വലിയ വ്യക്തതയില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നുള്ളതാണ് നമ്മുടെ അറിവ്. ശരി, ഏത് ജില്ലയാണ്? മനസ്സിലാക്കിയോടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് പി ജയരാജന്റെ അല്ല, ഈ കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേ കോഴിക്കോടാണെന്നാണ് എന്റെ ധാരണ. എനിക്ക് അതിൽ കൂടുതൽ വ്യക്തമായിട്ട് പി ജയരാജൻ പറഞ്ഞതിലേക്ക് വന്നോളൂ. പക്ഷേ ഇതിലൊരു വിശദീകരണം നൽകണം ജിൻഡോ. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അല്ല സ്മൃതി, അതെങ്ങനെയാണ് അങ്ങനെ ഇടുക? സ്മൃതി ദയവായിട്ട് ഞാൻ ഈ വിഷയത്തിലൊന്ന് പറയട്ടെ. ഞാൻ ഉണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് സ്മൃതി ഇങ്ങനെ വെടിവെച്ചാൽ എന്നെങ്ങനെ ശരിയാവണം? ഞങ്ങളെ പറയാൻ സമ്മതിക്കൂ. ഞാൻ പറഞ്ഞത് ഈ ഷോബി തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജയരാജന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ടീച്ചറായിരുന്നു KK ശൈലജ. അവരുടെ ആ ജോലി തൊഴിൽ തയ്യൽ ടീച്ചറാണെന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രചരണം നടത്തിയതെന്നുള്ളതാണ് പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്നല്ല, ഉള്ള കാര്യം പച്ചയ്ക്ക് പറയാമല്ലോ. ഇത്രയേ ഉള്ളൂ. ഏതാളായാലും ചെയ്തത് തെറ്റായ നടപടി. അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, എന്നെ ഒന്ന് പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഇതിൽ നടപടി എടുക്കാനാണെങ്കിൽ ആദ്യം പി ജയരാജനെതിരെ നടപടി എടുക്കണ്ടേ? MM മണിക്കെതിരെ നടപടി എടുക്കണ്ടേ? ഞങ്ങൾ നടപടി എടുത്ത് മാതൃക കാണിച്ചിട്ട് ഞങ്ങളോടൊന്ന് പറയൂ നടപടി എടുക്കാനായിട്ട്. ഞാൻ ഇനി ഇടപെടാതെ എനിക്ക് 1 മിനിറ്റ് തരണം. 1 മിനിറ്റ്. ഞാൻ ഇത്രയും സമയം ഞാൻ കേട്ടിരുന്നില്ലേ? KK രമ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞു. CPMന്റെ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചോ? മുലക്കച്ച വെച്ചിട്ട് KK രമയുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രകടനവും നടത്തി. CPMന്റെ നേതൃത്വത്തിൽ, സംഘടനാപരമായ നേതൃത്വത്തിൽ നടത്തി. വാർത്തകൾ വന്നു. നടപടി സ്വീകരിച്ചോ? ഇനി വർഷങ്ങളായിട്ട് TP ചന്ദ്രശേഖരന്റെ മരണം വിറ്റ് ജീവിക്കുന്ന ആളാണ് എന്ന് KK രമയെ കുറിച്ച് പറഞ്ഞു CPMന്റെ നേതാക്കന്മാർ. നടപടി സ്വീകരിച്ചോ? ഉമാ തോമസിനെ കുറിച്ചിട്ട് ഇതേപോലെ തന്നെ പരാമർശം നടത്തി. നടപടി സ്വീകരിച്ചോ? രമ്യ ഹരിദാസിനെ കുറിച്ച് നടത്തിയ പരാമർശം ആര് നടത്തിയെന്നറിയാലോ? ഇന്ന് പാലക്കാട് മത്സരിക്കുന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പറഞ്ഞതാണ്. ഈ ദിവസം വരെ തിരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ജില്ലാ സെക്രട്ടറിയെ തിരുത്തിയെന്ന് നോക്കിയാൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ തിരുത്തിയിട്ടില്ല. ഇനി ഉമ്മൻചാണ്ടിയുടെ മക്കളെ കുറിച്ചിട്ട്, മക്കൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചിട്ട്, അവരുടെ ചെരുപ്പിനെ കുറിച്ചിട്ട് വരെ പറയുന്നു. ലതിക സുഭാഷിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ICUയിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയോടൊപ്പം നിന്ന നഴ്സിനെതിരെ, അനിത സിസ്റ്റർക്കെതിരെ ആക്ഷേപം ഉണ്ടായത്, അതിജീവിതക്കെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ. അതുപോലെ കയ്യൂർ സമരനായകൻ കണ്ണന്റെ കൊച്ചുമകൾ രാധയ്ക്കെതിരെ CPM നേതാക്കന്മാർ പറയുന്ന ഭാഷയൊക്കെ നമുക്കറിയാമല്ലോ. ബിന്ദു കൃഷ്ണയുടെയും അരിത ബാബുവിന്റെയും, എന്തിന് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള, എന്തിന് സ്മൃതി പരുത്തിക്കാടിന്റെ അടക്കം പരാതികൾ കേരളത്തിലുണ്ടല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ വെണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ആരെ കുറിച്ചിട്ടാണെന്ന് CPMന്റെ നേതാക്കന്മാർ പറയണ്ടേ? MM മാണി ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളെ മുതൽ പെമ്പിള ഒരുമയുടെ സമരക്കാരെ വരെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ. ആന്തൂരിലെ സാജന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പൊ അന്നൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ടീച്ചർ അന്ന് ഒരു ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സാഹചര്യം കേരളത്തിൽ ആർക്കും ഉണ്ടാകില്ല. ഇത് ആണെന്നോ പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, മാധ്യമ രംഗത്ത് നിൽക്കുന്ന, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം ആക്ഷേപങ്ങൾ മനോരോഗത്തിന്റെ ലക്ഷണമാണ്. ഇതിന് കൃത്യമായിട്ട് പോലീസ് നടപടികൾ സ്വീകരിച്ച് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിന് CPMന്റെ പ്രതിനിധി പറഞ്ഞത് നടപടി ഉണ്ടാകും എന്നാണ്. ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകണം. കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ CPMോ BJPയോ DYFഐ വ്യത്യാസമില്ലാതെ നടപടി ഉണ്ടാകണം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ടീച്ചർക്കെതിരായിട്ടുള്ള, KK ശൈലജയ്ക്കെതിരായിട്ടുള്ള അശ്ലീല പരാമർശമുള്ള വീഡിയോ ഉണ്ടെന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് അറിയാൻ പാടില്ല. ഉണ്ടെന്ന് ഇവർ പറയുന്നു. പറയട്ടെ, അത് കൂടുതൽ പ്രചരിക്കാതിരിക്കട്ടെ എന്നുള്ളതല്ലേ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ സ്മൃതി തിരിച്ചൊരു ചോദ്യം. ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കൂടുതൽ പ്രചരിക്കേ വേണ്ട. പക്ഷെ അത് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താ? CPMന്റെ നേതാക്കന്മാർ പറയുന്നതാണ് തെളിവ്. ഞങ്ങൾക്ക് CPMന്റെ നേതാക്കന്മാർ വിശ്വാസമില്ല, ദേശാഭിമാനി പത്രത്തെ വിശ്വാസമില്ല, ഇവരുടെ പാർട്ടി ചാനലിന് വിശ്വാസമില്ല, എന്തിന് പിണറായി വിജയനെ പോലും വിശ്വാസമില്ല. വടകരയിൽ തോൽവി മണത്തപ്പോൾ പിണറായി വിജയൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഹോട്ടലിൽ പങ്കെടുത്ത് നടത്താൻ മീറ്റിംഗിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ വരുന്നത്. 25-ാം തീയതി പരാതി കൊടുത്തിട്ട് 3 ആഴ്ചകൾക്ക് ശേഷം നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പ്
വകുപ്പ് മന്ത്രി പ്രത്യേക യോഗം ചേർന്ന് അതിനുശേഷം പ്രചരണ ആയുധം ഇതാക്കി മാറ്റുമ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ആദ്യം ഇവിടെ സൂചിപ്പിച്ചത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തൊക്കെ ആക്ഷേപം ചൊരിഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള അനിൽകുമാർ എത്രയോ വട്ടം ഉമ്മൻചാണ്ടിയെ, അദ്ദേഹത്തിന്റെ മക്കളെ, കുടുംബാംഗങ്ങളെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. ഇതുവരെ ഒന്ന് തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? VS അച്യുതാനന്ദൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്ന് തന്നെ പറയണം. പക്ഷെ അതിനേക്കാൾ അപ്പുറം കേരളത്തിലെ നിയമ സംവിധാനം നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മാതൃക കാണിക്കണം, ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഇന്നൊരു KK ശൈലജ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മറ്റൊരാൾക്കും ഇതുപോലെ കരയാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ശ്രമിക്കണം. ഒരു കാര്യം കൂടി പറയട്ടെ, എന്തിനാ മോൻസൺ മാവുങ്കലിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനോജ് എബ്രഹാമിന്റെ സൈബർ ഡോമിന്റെ പരിപാടിയൊക്കെ നടത്തിയത്? ഇവിടെ സൈബർ സുരക്ഷ ശക്തമാക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ സൈബർ സുരക്ഷ ശക്തമായ കേരളത്തിൽ ഒരു മാസം എടുത്തിട്ടും KK ശൈലജയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മുതിർന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. അതിന് നിങ്ങൾ മറ്റു ആളുകളെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, ശ്രീദാമോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.